മാതൃകയായിട്ട് ഇരുന്ന ഒരു സഭ എന്ന് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സഭയാണ്. ആ സഭയെ കുറിച്ചാണ് ഇന്ന് രാവിലെ ചില കാര്യങ്ങൾ, ആ സഭയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുമ്പോൾ കെട്ടിടമല്ല, നമുക്കറിയാം. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. കെട്ടിടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടാൻ സൗകര്യത്തിന് കെട്ടിടം എന്നേ ഉള്ളൂ. ഇനി കെട്ടിടമൊന്നും ഇല്ലെങ്കിലും മരത്തിന്റെ ചുവട്ടിലാണെങ്കിലും അത് സഭ തന്നെയാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല, സഭ എന്ന് പറയുന്നത് വിശ്വാസികളാണ്. സഭ ആത്മീയമായി ചൈതന്യപ്പെടണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഓരോ വിശ്വാസിയും ആത്മീയമായി ചൈതന്യപ്പെടണം എന്നാണ് അതിന്റെ അർത്ഥം. നാം വളരുമ്പോൾ സഭ വളരുന്നു, നാം ആത്മീയമായി തളരുമ്പോൾ സഭയിൽ ആത്മീയമായി തളരുന്നു. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളാണ് സഭ എന്ന് പറയുന്നത്. ഞാനാണ്, നിങ്ങളാണ്, നാം ഓരോരുത്തരുമാണ് സഭ. അപ്പോൾ സഭ നന്നായി പോകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും നന്നായി പോകണമെന്നാണ്. ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. ആ ഭാഗത്തു നിന്നാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം, 1 Thessalonians chapter 1. അധ്യായം മുഴുവൻ വായിച്ചാൽ നല്ലതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വിഷയത്തോട് നേരിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ മാത്രം വായിക്കാം. അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 6 to 9. അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സന്തോഷത്തോടെ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലാവരും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവൻ തന്നെ പറയുന്നു. ഇതിന്റെ 8-ാമത്തെ വാക്യത്തിൽ 7-8 വാക്യങ്ങളിൽ അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. മാതൃക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാറ്റേൺ എന്നുള്ള വാക്കാണ്. നിങ്ങൾ എല്ലാ സഭകൾക്കും ഒരു പാറ്റേൺ ആയി തീർന്നു എന്ന് പൗലോസ് പറയുകയാണ്. നമുക്കറിയാം, പരിപൂർണ സഭ എന്നൊരു സഭ ഒരു സ്ഥലസഭയെ കുറിച്ച് പറയാൻ ഒക്കെയില്ല. ദർ ഇസ് നോ പെർഫെക്റ്റ് ലോക്കൽ ചർച്ച്. എന്നാൽ നല്ല സഭകളായി, മാതൃകയുള്ള സഭകളായി നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. തെസ്സലോനിക്കയിലെ സഭയെ കുറിച്ച് പറയുന്നത് അവര് മക്കെദോന്യയിലും അഖായയിലും, മക്കെദോന്യ എന്ന് പറയുന്നത് ഗ്രീസിന്റെ വടക്കൻ ഭാഗമാണ്, അഖായ എന്ന് പറയുന്നത് ഗ്രീസിന്റെ തെക്കൻ ഭാഗമാണ്. അപ്പോ വടക്കും തെക്കുമുള്ള വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ യവനദേശത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസികൾക്ക് നിങ്ങൾ മാതൃകയായി തീർന്നു. അപ്പോൾ ഇവിടെ ഇതാ ഒരു മോഡൽ ചർച്ച്, പാറ്റേൺ ആയിട്ട് മാതൃകയായിട്ട് എടുക്കാവുന്ന ഒരു സഭ. അതാണ് തെസ്സലോനിക്ക സഭ. ആ സഭയാണ് മാതൃകയായിട്ട് എടുക്കാൻ എന്തൊക്കെയാണ് സഭയിൽ ഉള്ളത്? എന്തുകൊണ്ടാണ് അത് മാതൃകയാണ് എന്ന് പറയുന്നത്? നാം മുമ്പേ പറഞ്ഞതുപോലെ സഭാംഗങ്ങളുടെ ആത്മീയ നിലവാരമാണ് സഭയുടെ ആത്മീയ നിലവാരം. The quality of the members of the church decide the quality of the church. സഭയുടെ ആത്മീയ നിലവാരം തീരുമാനിക്കുന്നത് സഭയിലുള്ളവരുടെ ആത്മീയ നിലവാരമാണ്. അതിന്റെ ആകത്തുകയാണ് സഭയുടെ ആത്മീയ നിലവാരം എന്ന് പറയുന്നത്. ഒരു സഭയിലെ ആത്മീയ ചൂട്, ടെമ്പറേച്ചർ, നമ്മൾ 50 പേരെന്ന് വിചാരിക്കുക ഒരു സഭയിൽ. ഓരോരുത്തരും ആത്മീയ തീഷ്ണതയുള്ളവരാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ആത്മീയ ചൂട് എത്രയാണോ അതിന്റെ ആകത്തുകയാണ് ആ സഭയുടെ ആത്മീയ തീഷ്ണത. എന്നാൽ അതിൽ 1-2 പേർക്ക് തീരെ ചൂടില്ല, തണുപ്പാണ് എന്ന് വരികിൽ സഭയുടെ ആത്മീയമായ ചൂടിന്റെ ആകത്തുകയും അതനുസരിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക്
വളരെ പ്രധാനമാണ്. എനിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ഞാൻ ഞായറാഴ്ച വന്ന് അപ്പം മുറിച്ച് പോകുന്ന ഒരു സാധാരണ സഹോദരനാണ് എന്നാരും പറയരുത്. സഭയിലെ എല്ലാ വിശ്വാസികൾക്കും, സഹോദരന്മാർക്കും സഹോദരിമാർക്കും പുതിയ നിയമം പഠിപ്പിക്കുന്നതനുസരിച്ച് ദൈവം കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവസഭയിൽ പങ്കുണ്ട്. ചിലർ പരസ്യമായിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവരായിരിക്കും, ചിലർ പൊതുവിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ചിലര് മറ്റാരും അറിയാതെ കാണാതെ രഹസ്യമായിട്ട് പിൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഏത് നിലയിലാണെങ്കിലും സഭയിലെ എല്ലാവർക്കും സഭയുടെ ആത്മീയ ചൂടിൽ തീഷ്ണതയിൽ പങ്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും സഭയിൽ പങ്കുണ്ട്, എല്ലാ സഹോദരന്മാർക്കും പങ്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് ഈ പറയുന്നത് എന്ന് ഓർത്ത് വേണം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ. ആകട്ടെ, ആദ്യമായിട്ട് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഈ സഭ കാണിച്ച മാതൃക, അതാണ് പ്രധാനമായി ഇന്ന് ഊന്നി പറയാനായിട്ടുള്ളത്. 2-3 കാര്യങ്ങൾ ആ ബന്ധത്തിലാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കുക. അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പോൾ ഈ തെസ്സലോനിക്ക സഭ മാതൃക കാണിച്ച ഒന്നാമത്തെ കാര്യം വചനം കൈക്കൊള്ളുന്ന കാര്യത്തിലാണ്. റിസപ്ഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം റിസീവ് ചെയ്യുന്ന കാര്യത്തിൽ, ദൈവവചനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ അവർ മാതൃക കാണിച്ചു. അവരെങ്ങനെയാണ് ദൈവവചനം കൈക്കൊണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ടവർ വചനം കൈക്കൊണ്ട കാര്യം. അവിടെ മലയാള വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്ക് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ they received the word gladly എന്നാണ്, സന്തോഷത്തോടെ കൈക്കൊണ്ടെന്നാണ്. മലയാളത്തിലെ സന്തോഷത്തിനുള്ള വാക്ക് പ്രവൃത്തി 2-ൽ ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ആ വാക്ക് പ്രത്യേകമുണ്ട്, ഗ്ലാഡ്ലി. അപ്പോൾ വചനം കൈക്കൊള്ളേണ്ടത് സന്തോഷത്തോടുകൂടെയാണ്. ഇനി 2:13 ഈ നമ്മൾ വായിക്കുന്ന ലേഖനത്തിന്റെ തന്നെ 2:13 അവർ എങ്ങനെയാണ് വചനം കൈക്കൊണ്ടതെന്നുള്ളതിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അപ്പോൾ ഇവർ ദൈവത്തിന്റെ വചനം കേട്ടപ്പോ സന്തോഷത്തോടെ അത് കൈക്കൊണ്ടു. പിന്നെ ഞങ്ങളുടെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് അതിനെ കൈക്കൊണ്ടു. അതാണ് ഏറ്റവും മാതൃകായോഗ്യമായ കാര്യം. നമ്മളെല്ലാവരും ദൈവവചനം കേൾക്കുന്നവരാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രയധികം ദൈവവചനം കേൾക്കുന്ന ആളുകൾ ലോകത്തിന്റെ ഒരു ഭാഗത്ത് കാണാൻ സാധ്യതയില്ല. ഞങ്ങളുടെ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോ, ഇത്രയധികം യോഗങ്ങളും കൂട്ടങ്ങളും സോദരീ സമാജവും YMEF-ഉം ബാലസംഘവും യുവജന പ്രവർത്തനവും കൺവെൻഷനും BGF-ഉം എന്ന് വേണ്ട, ദൈവവചനം കേൾക്കാൻ എല്ലാ ദിവസവും അവസരമാണ്, എല്ലായിടത്തും അവസരമാണ്. ഇത്രയധികം ദൈവവചനം കേൾക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാസ്തവത്തിൽ സംശയമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും അധികം ദൈവവചനം കേൾക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം ദൈവവചനം കേൾക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കേൾക്കുന്ന വചനത്തിന് ആനുപാതികമായി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആത്മീകമായ തിറവും ആരോഗ്യവും വളർച്ചയും തീഷ്ണതയും നമുക്കുണ്ടോ? നാം ഈ വചനം ഇത്രയും കേൾക്കുന്നുണ്ട്, നല്ലതാണ് വചനം കേൾക്കുന്നത്. എന്നാൽ ആ കേൾക്കുന്ന വചനത്തിന് അനുസരണമായുള്ള രൂപാന്തരം, വ്യത്യാസം, ആത്മീക തീഷ്ണത, അനുസരണം, സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്, ഈ വേദപുസ്തകം നമ്മൾ വായിക്കുന്ന പോലെ ഒരു പുസ്തകവും നമ്മൾ വായിക്കുന്നില്ല, അല്ലെ? നമ്മൾ ഒരാളെ എടുക്കുക, എന്റെ കാര്യം അല്ലെ നിങ്ങളുടെ കാര്യം എടുക്കുക. ക്രിസ്തീയ വീട്ടിൽ, നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന ആളുകളെ സംബന്ധിച്ച് ഒരു
6-ാമത്തെ വയസ്സ് മുതൽ സൺഡേ സ്കൂളൊക്കെ പോകുന്ന കാലം 5-6 വയസ്സ് മുതൽ, അല്ല ഒരു 10-ാമത്തെ വയസ്സൊക്കെ, 10 എല്ലാത്തിനും മുമ്പേ നമ്മളൊക്കെ വേദപുസ്തകം വായിക്കും. എന്നാൽ ഈ 10-ാം വയസ്സ് മുതൽ നമ്മൾ വേദപുസ്തകം വായിക്കുക. എത്ര പ്രാവശ്യം വായിക്കും? രാവിലെ വായിക്കും, വൈകിട്ട് വായിക്കും. അത് നമ്മുടെ വായന. പിന്നെ കുടുംബ പ്രാർത്ഥന വായിക്കും അല്ലെ? രാവിലെയും വൈകിട്ടും മിക്ക വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, അല്ലെ ഉണ്ടായിരുന്നു. രാവിലെ വായിക്കും, വൈകിട്ട് വായിക്കും കുടുംബ പ്രാർത്ഥന. പിന്നെ നമ്മളോട് വീട്ടിലുള്ളവർ പറയും വേദപുസ്തകം വായിച്ചോടാ എന്ന് ചോദിക്കും. അപ്പോ നമ്മളും വായിക്കും രാവിലെയും വൈകിട്ടും. ഇത് എത്ര വർഷമായി വായിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 70 വയസ്സുള്ള ഒരാളുടെ കാര്യം എടുക്കുക, അതിന് വായിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 10-ാം വയസ്സ് തുടങ്ങിയാണ്. 60 വർഷമായി. 60 വർഷം പലപ്പോഴും വായിക്കാം, അല്ല 60 വർഷം എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്റെ ഗൗരവം. 60 വർഷം ഒരു പുസ്തകം തന്നെ വായിക്കുകയോ? നമ്മൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും കഥാപുസ്തകമോ നോവലോ 60 വർഷമായിട്ട് ഒരേ പുസ്തകം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരും വായിക്കുന്നില്ല. ഇനി എല്ലാ ദിവസവും വായിക്കുന്നത് മാത്രമല്ല, സഭയുടെ എല്ലാ കൂടുതലുകളിലും വായിക്കും അല്ലെ? ഇടദിവസ യോഗത്തിൽ വായിക്കും, ഞായറാഴ്ച വായിക്കും, കൺവെൻഷന് വായിക്കും, ക്യാമ്പിൽ വായിക്കും. 60 വർഷമായിട്ട് നമ്മളിൽ ചിലര് വേദപുസ്തകം വായിക്കാം. എന്തോരം വായിച്ചു? എല്ലാ ദിവസവും വായിച്ചു, രാവിലെയും വൈകിട്ടും വായിച്ചു. നിങ്ങളത് ചിന്തിച്ചു നോക്കിക്കേ, ഇത് ചെറിയൊരു കാര്യമാണോ? 50-60 വർഷമായിട്ട് ഒരേ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. എന്നിട്ട് ഇപ്പൊ എവിടെ? ഞാൻ വളരെ ഗൗരവമായൊരു കാര്യമാണ് പറയുന്നത്. 50 വർഷം ഒരു പുസ്തകം രാവിലെയും വൈകിട്ടും വായിച്ചു. ആ പുസ്തകത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? രക്ഷയുടെ കാര്യമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമുണ്ട്, പിന്നെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതിരിക്കണം അല്ലെ? അന്യോന്യം ക്ഷമിക്കണം, സഹിക്കണം, വിട്ടുകളയണം, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആവശ്യമുള്ളവരെ ഓർക്കണം, ദരിദ്രരെ സഹായിക്കണം, അന്യോന്യം ക്ഷമിക്കണം, സഹിക്കണം എന്ന് വേണ്ട. സൗമ്യതയോടെ നടക്കണം, താഴ്മയോടെ നടക്കണം, വിനയത്തോടെ നടക്കണം. ഇതല്ലേ 60 വർഷം വായിച്ചത് അല്ലേ? എന്നിട്ട് ഇപ്പൊ എവിടെ? ഞാൻ പറയുമ്പോ ഇവിടെ എത്തി. നിന്റെ മോള് കല്യാണത്തിന് എന്നെ വിളിച്ചല്ലേ, എന്റെ മോള് കല്യാണത്തിന് നിന്നെ വിളിക്കുകയാണ്. അവിടെ എത്തി. 50 വർഷം വേദപുസ്തകം വായിച്ചിട്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരന്മാരെ, there is something wrong with us. ഈ 50 വർഷം വേദപുസ്തകം വായിച്ചിട്ട് ഇപ്പോഴും നമ്മൾ അതല്ലേ പറയുന്നത്? എനിക്കെതിരെ നീ എഴുതിയ എന്റെ മാസം അടുത്ത മാസം നിന്നെ കൊള്ളിച്ച് ഞാനും എഴുതി. അത് ശരി. അപ്പൊ ഈ 50 പുസ്തകം ഈ പുസ്തകം വായിച്ചിട്ട് എന്തോ പ്രയോജനം ഉണ്ടായി? 50 വർഷം ഇത് വായിച്ചു എന്ത് പ്രയോജനം ഉണ്ടായി? ലോകമനുഷ്യൻ പറയുമ്പോൾ തന്നെ നമ്മളും പറയാം, എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ ഞാനും തിരിക്കുകയില്ല, എനിക്ക് കൈ തന്നില്ലെങ്കിൽ ഞാനും കൈ തരികയില്ല, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാനും വരികയില്ല, എന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാനും വരികയില്ല. ഇതല്ലേ എല്ലാവരും പറയുന്നത് അല്ലേ? ഇങ്ങനെ അല്ലാതെ പറയുന്ന എത്ര പേര് നിങ്ങൾക്കറിയാം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ അല്ലാതെ എനിക്കെതിരെ എന്ത് ദോഷം ചെയ്താലും ഞാൻ ക്ഷമിക്കും, ഞാൻ സഹിക്കും, സ്നേഹമായിട്ട് ഇടപെടും എന്ന് പറയുന്ന എത്ര വിശ്വാസികളെ നിങ്ങൾക്കറിയാം? ഞാൻ പറഞ്ഞൊരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുക. വചനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചനം കേൾക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ യാക്കോബ് പറയുന്ന പോലെ കേൾക്ക മാത്രം ചെയ്ത് തങ്ങളെ ചതിക്കുന്നവരായി ഇരിക്കാതെ, ഇവിടെ വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അനുസരിച്ചെന്നാണ്. വചനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നല്ല പ്രസംഗമായിരുന്നു പൗലോസിന്റെ, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അംഗീകരിച്ചെന്നല്ല അതിന്റെ അർത്ഥം. വചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ചു എന്നാണ് അർത്ഥം. വചനത്തിൽ അവരോട് എന്ത് പറഞ്ഞു കൊടുത്തോ അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ അവർ ക്രമപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോനെ നീ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ചെവി കൊണ്ട് ഞാൻ പറയുന്ന കാര്യം അവൻ കേൾക്കണമെന്നാണ്. പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന അനുസരിക്കാൻ വേണ്ട. വചനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിച്ച കേട്ട ദൈവവചനത്തിന് അനുസരണമായി അതിന് കീഴ്പ്പെട്ട് അതിന് പ്രകാരം എന്റെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ മാതൃകയാണെന്ന് വെറുതെ പറഞ്ഞതല്ല, അവരൊത്തിരി പ്രസംഗിക്കേണ്ടതല്ല പറയുന്നത്. അവർ കേട്ട വചനം എങ്ങനെ കൈക്കൊണ്ടു? ദൈവവചനമായി കൈക്കൊണ്ടു. 2:13 ഞങ്ങളുടെ മനുഷ്യന്റെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊണ്ടു. ഇത് ദൈവം പറയുന്നതാണ്, ദൈവത്തിന്റെ വചനമാണ്. ഇതിനോട് എനിക്ക് മറുതലിക്കാൻ പറ്റുകയില്ല, ഇത് അനുസരിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം നമുക്കുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഒരു കാര്യം ഓർക്കായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു വിശ്വാസി പെൺകുട്ടിയുടെ ഒരു വിവാഹത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. അവള് കൂട്ടായ്മയിലുള്ള പെൺകുട്ടിയാണ്, രക്ഷിക്കപ്പെടാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അത് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അവളോട് ഇപ്പൊ പലരും സംസാരിക്കുന്നുണ്ട്. അവള് പറയുന്നത് വേദപുസ്തകത്തിൽ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോ അവനെ താല്പര്യമാണ്, ഞാൻ അവിടെ കല്യാണം കഴിക്കും. അപ്പൊ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിഷയം അല്ലേ?
ഞാൻ ചോദിക്കുകയാണ്, ഇതൊന്നും നമുക്ക് വിഷയമല്ലേ? ഞാൻ വടക്കേന്ത്യയിൽ ജോലിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ സഭയിലെ മൂപ്പനും ഞാനും കൂടെ ഒരു പിന്മാറ്റക്കാരനെ കാണാമോ. അദ്ദേഹത്തെ കണ്ട് ഇങ്ങനെ സംസാരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു, അച്ചായ വചനത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അച്ചായൻ പറയാ, വചനത്തിൽ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെന്തോ വേണം, വചനത്തിൽ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ മനോഭാവം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയല്ല, പൊതുവിൽ വചനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പടി വല്ലതും ജീവിക്കാൻ പോവാ, ഇതാ കുറെ പേരുടെ വാദം. ഇതുപോലെ പോലെ ജീവിക്കാൻ പറ്റുമോ? വചനത്തിൽ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒക്കുന്ന പോലൊക്കെ ജീവിക്കാന്നല്ല. അല്ല, ഇത് ദൈവവചനമാണെങ്കിൽ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, അയ്യോ ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ഞാൻ അനുസരിക്കേണ്ടതാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക. അതാണ് ദൈവവചനമായി കൈക്കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ എത്ര പേര് ദൈവവചനം ഗൗരവമായിട്ട് എടുത്ത് ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയേ എനിക്ക് പെരുമാറാൻ പറ്റൂ, ആ നിലപാടേ പാലിക്കാൻ പറ്റൂ, ക്ഷമിക്കണമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. സഹിക്കണമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നുണ്ട്, അന്യായമായി ആണെങ്കിലും ഞാൻ സഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതികാരം ചെയ്യണമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ഞാൻ പ്രതികാരം ചെയ്യുകയില്ല എന്ന് പറയുന്ന എത്ര വിശ്വാസികളുണ്ട്. നമ്മൾ സാറിന് പറയും, വേർപെട്ട ദൈവമക്കൾ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്, അല്ലെ? അത് ശരിയാണ് പറയുന്നത്. പക്ഷേ അനുസരണത്തിന്റെ കാര്യത്തിൽ ആ പ്രാധാന്യം ഉണ്ടോ, അതോ പറയുന്നേ ഉള്ളൂ? ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും ഇത് പൊക്കിപ്പിടിക്കാന്നല്ല, ഇത് പ്രസവിക്കാനല്ല, അത് വേണം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവവചനമനുസരിച്ച് ക്രമപ്പെടുത്തി ജീവിക്കുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയായി നാം തീരണം. ദൈവവചനം പ്രസംഗിക്കുന്നവരായി മാത്രമല്ല, എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. വിവാഹത്തെ കുറിച്ച് ദൈവം എന്താ പറയുന്നത്, അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. പണത്തെ കുറിച്ച് ദൈവം എന്താ പറയുന്നത് അതനുസരിക്കണം. അന്യോന്യ ബന്ധങ്ങളെ കുറിച്ച് ദൈവം എന്താ പറയുന്നത്, അതുപോലെയാണ് പെരുമാറുന്നത്. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ദൈവം എന്താ പറയുന്നത്, അതാണ് പാലിക്കേണ്ടത്. അതാണ് സന്തോഷത്തോടെ ദൈവവചനമായി കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ലാതെ വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്നൊരു വിശ്വാസം പറഞ്ഞാൽ വചനത്തിന് പുല്ല് വില കൽപ്പിക്കുകയാണ് നാടൻ ഭാഷ ഉണ്ടാവും, അല്ലെ? ദൈവത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന്. പക്ഷേ എനിക്കിപ്പം അയാളോട് താല്പര്യമാണ്, ഞാൻ പഴയ കല്യാണം കഴിക്കൂ എന്നൊരാൾ പറഞ്ഞാണ് ദൈവവചനത്തിന് യാതൊരു സ്ഥാനവും ജീവിതത്തിലില്ല. ഇത് ഒരാൾ പറയുന്ന കാര്യമാണോ? എത്രയോ പേരുടെ മനോഭാവം ഇതാണ്. എന്റെ സഹോദരന്മാരെ, ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം, റിസപ്ഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം സ്വീകരിക്കുന്നത് സന്തോഷത്തോടെ, പിന്നെ മനുഷ്യന്റെ വചനമായിട്ടല്ല ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ സ്വീകരിക്കണം. ഇനി അവർ ദൈവവചനം സ്വീകരിച്ചതിനെ കുറിച്ച് വേറെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 6-ാം വാക്യത്തിൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സ്വീകരിച്ചു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം സ്വീകരിച്ചു. അത് അവരുടെ ആത്മീക നിലയെ കാണിക്കുന്നതാണ്. കഷ്ടതയിലും വചനം കൈക്കൊള്ളുന്നത്, അതായത് വചനം കൈക്കൊണ്ടാൽ, വചനം അനുസരിച്ചാൽ കഷ്ടത ഉണ്ടാകുമെന്നറിയാം. എന്നാൽ വചനം കൈക്കൊള്ളാൻ കഷ്ടതയിൽ തീരുമാനിക്കുന്നത് അവരുടെ ആത്മീയ അനുഭവത്തിന്റെ ആഴം കാണിക്കുക. ഇറ്റ് ഷോസ് ദ ഡെപ്ത് ഓഫ് ദെയർ സ്പിരിച്വൽ ലൈഫ്. അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴമാണത് കാണിക്കുന്നത്. എന്ത് കഷ്ടം വന്നാലും വേണ്ടിയല്ല, ദൈവവചനം അനുസരിക്കും. ചെലവ് ചെയ്താലും ദൈവവചനം അനുസരിക്കും. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടോ? ഞാൻ പലപ്പോഴും വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ വേറെ എല്ലായിടത്തും ഇത് പ്രസംഗിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, എന്നാൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ആന്ധ്രയിൽ ഇതിനു മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പിതാവ് YSR റെഡ്ഡി, രാജശേഖർ റെഡ്ഡി, അദ്ദേഹത്തെയും അറിയാം. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ്, അതായത് YSRന്റെ അപ്പന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവര് ഹൈന്ദവരായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഇടയിൽ വലിയ ദാതാന്മാരാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണികളായ, സമൂഹത്തിലെ വലിയ ആളുകളാണ്. ഈ വല്യപ്പൻ, YSRന്റെ വല്യപ്പൻ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണ് അവർ ക്രിസ്ത്യാനികളായി സ്നാനപ്പെടാൻ തീരുമാനിച്ചു.
അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പുസ്തകമുണ്ട്, എന്റെ എല്ലാ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോ സമൂഹത്തിൽ വലിയ കലഹമായി, എതിർപ്പാണ്. കാരണം സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ ഈ കുടുംബത്തിൽപ്പെട്ടവര് ക്രിസ്ത്യാനിയായിട്ട് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ആറ്റുന്തോം വിടുന്നവരാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാര്യം അല്ല കേട്ടോ. എത്രയോ വർഷം മുമ്പ് സമൂഹങ്ങൾ ഏറ്റവും കുടുസായിരിക്കുന്ന കാലത്താണ് ഈ സംഭവം. അനേക ആളുകൾ, സമൂഹത്തിലെ അനേക ആളുകൾ, നാളെ സ്നാനമാണ്, തലേ ദിവസം അവിടെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ, ഈ വല്യപ്പനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മാത്രമല്ല അവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ സ്ത്രീ പുരുഷന്മാരും വീട്ടിൽ കൂടി ഇന്ന് രാത്രി. എന്നിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആ ഭാഗം വായിച്ചപ്പോ എനിക്കൊരു സങ്കടം വന്നുപോയി. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങളെ കെട്ടിപ്പിടിച്ച് എല്ലാവരും കരഞ്ഞു. കാരണം നാളെ മുതൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. നിങ്ങളെ അന്യരാണ്. നാളെ മുതൽ നിങ്ങൾ ഔട്ട്കാസ്റ്റാണ്. അന്ന് രാത്രി അവർ പറയാവുന്ന പണിയെല്ലാം പറഞ്ഞു. പെർസ്വേഡ് ചെയ്ത് നോക്കി. എല്ലാവരും കൂടെ, സ്ത്രീകളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്റെ പൊന്നേ, നാളെ മുതൽ നമുക്ക് യാതൊരു ബന്ധവും ഇല്ലല്ലോ, നമ്മുടെ ബന്ധം ഇവിടെ കൂടെ അവസാനിക്കുകയാണല്ലോ. ഇതുകൊണ്ടൊന്നും ഈ വല്യപ്പൻ മാറി. അടുത്ത ദിവസം രാവിലെ ഈ വല്യപ്പനും വല്യമ്മയും വേറെ ഒരാളും കൂടെ വെള്ളത്തിലിറങ്ങി സ്നാനം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം അനുസരിക്കാൻ അവര് തീരുമാനം. അന്ന് അവര് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്ത്യാനികളായാൽ ആരും പെണ്ണു തരും, സമൂഹത്തിൽ നിങ്ങൾ പുറത്താക്കപ്പെടും, ആരും ഇല്ലാത്തവരാകും. അങ്ങനെ സംഭവിച്ചോ? ആ കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലം വരെ അനേക വർഷം ആന്ധ്ര മഹാരാജ്യം ഭരിച്ചിരുന്ന ഈ കുടുംബം ഇപ്പോഴാണ് ഒരു മാറ്റം വന്നത്. നിങ്ങൾക്കറിയാം. അവരുടെ ആളുകളെല്ലാം വലിയ വലിയ ആളുകളെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, ഡോക്ടർമാര്, അവർക്ക് ആശുപത്രി ഉണ്ട്, കോളേജ് ഉണ്ട്. നിങ്ങളെ പൊളിവേന്തിലായിട്ട് പറയുന്ന സ്ഥലത്ത് പോയാൽ ആ പ്രദേശം മുഴുവൻ അവരുടെയാണ്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം അനുസരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ദൈവം ആ കുടുംബത്തെ മാനിച്ചു. മക്കളെല്ലാം കല്യാണം കഴിച്ചു, നല്ല കല്യാണം കഴിച്ചു, ഉന്നതന്മാരെ കല്യാണം കഴിച്ചു, സമൂഹത്തിൽ ഉന്നത ആളുകളായിട്ട് ഇപ്പോഴും അവർ ജീവിക്കുക. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം കഴിക്കും. എന്നെ സൗരന്മാരെ ഉദാഹരണങ്ങൾ വേറെയും പറയാനുണ്ട്, അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ വേറെയും പറയാനുണ്ട്. പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവവചനത്തോട് നമ്മുടെ മനോഭാവം, കേൾക്കുന്നത് നല്ലതാ, പഠിക്കുന്നത് നല്ലതാ, പക്ഷേ അതിനെ കൈക്കൊണ്ട്, ദൈവവചനമായി കൈക്കൊണ്ട് അനുസരിക്കുവാൻ നാം മനസ്സ് വെക്കണം. അങ്ങനെ മനസ്സ് വെച്ചാൽ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അനുസരിക്കുമെന്ന മനോഭാവം നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം മാനി. രണ്ടാമത് ഈ സഭയെക്കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത്, their response to the word of God. ആദ്യം പറഞ്ഞത് റിസപ്ഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അവർ സ്വീകരിച്ചത്. രണ്ടാമത് ആ ദൈവവചനത്തോട് അവര് എങ്ങനെ പ്രതികരിച്ചു എന്നാണ് അടുത്ത് പറയാനുള്ളത്. അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മൾ ഒടുവിൽ വായിച്ച വാക്യം, ആ വചനം കേട്ടപ്പോ അവര് വിഗ്രഹങ്ങളെ വിട്ട്, ഏറ്റവും ഒടുവിലത്തെ വാചകമാണ്, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. Their response to the word of God resulted in their turning away from idols to the living God. അവരുടെ ദൈവവചനത്തോടുള്ള പ്രതികരണം എന്തായിരുന്നു? അവര് വിഗ്രഹങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇവിടെ തിരിയുക എന്നൊരു വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ടേൺ എന്നൊരു വാക്കാണ്. ഈ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മാനസാന്തരത്തെ ഉദ്ദേശിച്ച് 10 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ടേൺ എന്നുള്ള വാക്ക്. ജെനുവിൻ കൺവേർഷന് വേണ്ടി, യഥാർത്ഥ മനംതിരിവ്, യഥാർത്ഥ മാനസാന്തരത്തിന് 10 പ്രാവശ്യത്തോളം പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് ഒക്കെ എന്റെയിലുണ്ട്. ഇപ്പോ അത് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അനേകയിടത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അവർക്കുണ്ടായ മനംമാറ്റം, അവർക്കുണ്ടായ അനുതാപം, ജനത്തിനുണ്ടായ മാനസാന്തരത്തെ കാണിക്കാനായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. ഇതാണ് ദൈവവചനം അനുസരിച്ചപ്പോൾ അവർക്കുണ്ടായ പ്രതികരണം. ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണം വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്ത് വിളിക്കാം? തിരിഞ്ഞ ഒരു കൂട്ടം, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു കൂട്ടം, സുവിശേഷത്താൽ ജീവിതത്തിൽ രൂപാന്തരം വന്ന ഒരു കൂട്ടം. അവർ വിഗ്രഹങ്ങളെ വിട്ട്
ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്ഷൻ മാറി. പണ്ട് അവർ വിഗ്രഹങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞു. They became a God focused community. ദൈവത്തെ നോക്കുന്ന ഒരു സമൂഹമായി അവര് തീർന്നു. അവരുടെ ജീവിതത്തിന്റെ ദിശ മാറി. ദൈവത്തിനെ കൈക്കൊണ്ടതിനുള്ള പ്രതികരണം അവരുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറി, ജീവിതത്തിന്റെ ദിശ മാറി. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കൈക്കൊണ്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ എന്താ? ഇവിടെ പറയുന്ന അനുസരിച്ച് വിഗ്രഹങ്ങൾ. ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായിരിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് എന്തും വിഗ്രഹമാണ് എന്നാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ആപ്തവാക്യം. എനിത്തിങ് പ്ലേസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ് ഈസ് ആൻ ഐഡൽ. നമ്മൾ ആരും അക്ഷരാർത്ഥത്തിൽ വിഗ്രഹത്തെ സേവിക്കുന്നവരല്ല. എന്നാൽ നമ്മുടെ പണം ഒരു വിഗ്രഹമാകാം, വിവാഹം ഒരു വിഗ്രഹമാകാം, പഠിത്തം ഒരു വിഗ്രഹമാകാം, വീട് ഒരു വിഗ്രഹമാകാം. ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ എനിക്കും ദൈവത്തിനും മധ്യേ വരുന്നത് എന്തും വിഗ്രഹമാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ വിഗ്രഹത്തെ സേവിക്കില്ലെങ്കിലും പണത്തിന്റെ പിന്നാലെ പോകുന്നവനാണ്. അവന്റെ ഡയറക്ഷൻ മണിയാണ്. വേറെ തരത്തിലെ ഡയറക്ഷൻ എഡ്യൂക്കേഷനാണ്. വേറെ തരത്തിലെ ഡയറക്ഷൻ കുടുംബമാണ്. വേറെ തരത്തിലെ ഡയറക്ഷൻ പേര്, മഹിമ, കുലമഹിമ. ഇതിനെയൊക്കെ പിൻപറ്റുന്നവരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും. നമ്മളും അങ്ങനെ ആയിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറി. ഇപ്പൊ പണമല്ല നമ്മുടെ ഡയറക്ഷൻ, ഇപ്പൊ ദൈവമാണ് നമ്മുടെ ഡയറക്ഷൻ. ഇപ്പൊ ജീവിതത്തിലെ വേറെ ഒരു കാര്യവുമല്ല നമുക്കൊന്നാമത്, ദൈവമാണ് നമുക്കൊന്നാമത്. അങ്ങനെയാണോ? അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ, അങ്ങനെ ഒരു തിരിവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇന്നത്തെ കാലത്തുള്ള സുവിശേഷ വിഹിത വിശ്വാസികളെ കുറിച്ചുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന നിലയിലുള്ള ഒരു തിരിവ്, ഒരു വ്യത്യാസം, ഒരു രൂപാന്തരം അനേകരുടെ ജീവിതത്തിൽ കാണുന്നില്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പിൻപറ്റുന്നത് പണത്തെ. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ പോകുന്ന ഡയറക്ഷൻ ഏതാ? ഇപ്പോഴും പോകുന്ന ഡയറക്ഷൻ ലോകത്തിന്റെ വല്ലാതെ തന്നെയാ പോകുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അതല്ല ശരിയായ രക്ഷ. നീ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ there has to be a change in your direction of life, in your lifestyle. നിന്റെ ജീവിതചര്യയിൽ, നിന്റെ ജീവിത ശൈലിയിൽ, നീ പോകുന്ന ദിശയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ടാൽ ജീവിതത്തിന്റെ ദിശ മാറി. മുടിയൻപുത്രൻ വളരെതായ്മയിൽ ജീവിച്ചപ്പോ അപ്പന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുക. അവൻ അനുദപിച്ചു. പിന്നെന്ത് ചെയ്തു? പിന്നെയും പന്നിയോടുകൂടി ഇരിക്കുകയായിരുന്നോ? പിന്നെയും അങ്ങോട്ട് പോവുകയായിരുന്നോ? അല്ല, അവൻ അനുദപിച്ചു എന്ന് പറയുമ്പോൾ അവനായിരിക്കുന്ന സ്ഥലത്തു നിന്ന് അവൻ എഴുന്നേറ്റ് നേരെ തിരിഞ്ഞു. അപ്പന്റെ വീട്ടിലേക്കുള്ള ഡയറക്ഷനിൽ അവൻ യാത്ര ചെയ്തു. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തിരിവുണ്ടായിട്ടുണ്ടോ? സഭ മാറിയെന്നേ ഉള്ളോ? പേര് മാറിയെന്നേ ഉള്ളോ? പോകുന്ന യോഗം കൂട്ടം മാറിയെന്നേ ഉള്ളോ? അതോ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ചില സഹോദരന്മാര്, ഗൾഫിൽ ഉണ്ടായിരുന്ന കുറച്ച് സഹോദരന്മാര് തിരുവനന്തപുരത്തിനടുത്ത് ഒരു മലം പ്രദേശത്ത് ഒരു പിക്നിക്കിന് വേണ്ടി പോകും. അപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാള് തന്നെ എന്നോട് പറഞ്ഞതാണ്, വെറുതെ ആ മലയിൽ ഒരു കാഴ്ച കാണാനായിട്ട് പോവുകയാണ്. വനപ്രദേശമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് തേൻ വിൽക്കുന്ന കുറെ ആളുകള്, ആ വനത്തോട് ചേർന്ന് ആ വനത്തിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന കുറെ ആളുകള് വഴിയിൽ ഇങ്ങനെ തേൻ കുപ്പിയും പിടിച്ചോണ്ട് നിപ്പുണ്ട്. ഈ ടൂറിസ്റ്റിന് കൊടുക്കാനാണ്. അപ്പൊ നമ്മുടെ ഒരു സഹോദരി പറഞ്ഞു, കുറച്ച് തേൻ മേടിക്കാം, ഇവിടുത്തെ തേൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കാറ് നിർത്തിയപ്പോ ഒരു തേൻകാരൻ ഈ കുപ്പിയുമായിട്ട് വന്നു, കുപ്പിയും കാണിച്ചോണ്ട് വന്നു. അപ്പൊ ഈ സഹോദരി ചോദിച്ചു, ഇത് ശുദ്ധമായ തേനാണോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? നമ്മുടെ നാട്ടിൽ ശർക്കരപ്പാനിയും വേറെ എല്ലാ പാനിയും ചേർത്താണ് തേനെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ സഹോദരി ചോദിച്ചു, ഇത് ശുദ്ധമായ തേനാണോ? അപ്പൊ ഈ തേൻ കച്ചവടക്കാരൻ പറയാം, അമ്മ ഞാൻ പെന്തക്കോസ്. എന്താ തേനും ബന്ധുക്കോസുമായിട്ട് ബന്ധം? തേനും ബന്ധുക്കോസുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം അറിയാൻ മേലാത്തതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ അവൻ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കാട്ടിലെങ്ങാണ് ജീവിക്കുന്നവന്. അവൻ പറയാ തേൻ നല്ലതാണെന്ന് ചോദിച്ചപ്പോ പറയാ ഞാൻ ബന്ധുക്കോസ് എന്ന് പറഞ്ഞാൽ എന്നോട് ആ ചോദ്യം ചോദിക്കും. ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവനാ, പിന്നെ ഞാൻ കളിപ്പിക്കുമെന്ന് ചോദിക്കാൻ പാടില്ല. ഒരാള് എനിക്ക് 2 മക്കളുണ്ട് എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പൊ ആരെങ്കിലും ചോദിക്കോ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചാൽ വളരെ മോശം ചോദ്യം അല്ലെ? അങ്ങനെ ആരും ചോദിക്കാന്. മക്കള് 2 പേരുണ്ട്, കല്യാണം കഴിച്ചോ? അങ്ങനെ ആരും ചോദിക്കുകയില്ല.
മക്കളുണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നവനാണെന്ന് അതിന്റെ അർത്ഥം. ഞാൻ ബന്ധുക്കോസ്താ, ഞാൻ ബ്രദറാ, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നീ കളിപ്പിക്കുമോ എന്ന് ചോദിക്കാൻ പാടില്ല. കളിപ്പിക്കാത്തവനാണ് ബ്രദറുകാരൻ. എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റുമോ? പറ്റുകയെന്ന് എനിക്കറിയാം. കള്ളം പറയാത്തവനാണ് ബന്ധുക്കോസ്തുകാരൻ. എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ വരുന്നില്ല വായിന്ന്. കാരണം അനുഭവത്തിൽ അങ്ങനെയല്ല പലരുടെയും കാര്യത്തിൽ. അപ്പൊ ഇവൻ പറഞ്ഞത് ഞാൻ കളിപ്പീര് വഴിയെല്ലാം വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞവനാ, പിന്നെ എന്നോട് നീ കളിപ്പീരുണ്ടോന്ന് ചോദിക്കരുത്. ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞാൽ സകല കളിപ്പീരും ഞാൻ വിട്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ദൈവവേദനാണെന്ന് പറഞ്ഞാൽ ഞാൻ നുണ പറയാത്തവനാണ്, ഞാൻ കളിപ്പിക്കാത്തവനാണ്, ഞാൻ വഞ്ചിക്കാത്തവനാണ്, ഞാൻ ചതിക്കാത്തവനാണ് എന്നാണ് വേദപുസ്തകത്തിലെ അർത്ഥം. പാപകരമായ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. തെസ്സലോനിക്കയിലെ സഭയുടെ പ്രത്യേകത അവര് വിശ്വസിച്ചെന്ന് ചുമ്മാ പറഞ്ഞത് മാത്രമല്ല, അവര് ജീവിതത്തിൽ വിടേണ്ട കാര്യങ്ങൾ വിട്ട് അവരുടെ ജീവിതത്തിന്റെ ഡയറക്ഷനിൽ ഒരു മാറ്റം വന്നവരാണ്. ജീവിതത്തിന്റെ ദിശ മാറി, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, ജീവിത ശൈലി മാറി. അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. They turned away from idols to the living God. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കൈക്കൊള്ളുന്നതിന്റെ അതുകൊണ്ടുള്ള പ്രതികരണം ഇതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വചനം കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ആനുപാതികമായ രൂപാന്തരം, വ്യത്യാസം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ പരിപൂർണരാകുക എന്നുള്ളതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടോട് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നല്ല ഈ പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ ഡയറക്ഷനിൽ മാറ്റം വന്നു. ഞാനിപ്പോൾ ലോകത്തിന്റെ പിറകെ പോകുന്നവനല്ല, ഞാൻ പണത്തിന്റെ പിറകെ പോകുന്നവനല്ല. ഇതെത്ര വിശ്വാസികൾക്ക് പറയാൻ കഴിയും? എനിക്ക് പ്രധാനം ദൈവമാണ്, മറ്റു കാര്യങ്ങളുടെ ഒന്നും പുറകെ ഞാൻ പോകുന്നവനല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എ ഗോഡ് ഫോക്കസ്ഡ് ലൈഫ്, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം. ബാക്കിയെല്ലാം ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പണം വേണം, വീട് വേണം, അതൊക്കെ താൽക്കാലികമായി അഡ്ജസ്റ്റ്മെന്റ് തന്നെ ഉള്ളൂ. എന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ദൈവം. മൂന്നാമതായിട്ട് ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഇവര് അങ്ങനെ ദൈവവചനം കൈക്കൊണ്ട് പ്രതികരിച്ചതിന്റെ റിസൾട്ട് ഓഫ് ദർ റെസ്പോൺസ് ടു ദ വേൾഡ്, ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണത്തിന്റെ റിസൾട്ട് 9-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ജീവനുള്ള സത്യ ദൈവത്തെ സേവിക്കുന്നവരായി അവർ തീർന്നു. അവര് വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു, അതനുസരിച്ചു, അതിനോട് പ്രതികരിച്ചതിന്റെ ഫലമായി തെറ്റായ വഴികൾ, വിഗ്രഹ വഴികൾ വിട്ട് ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു. അവരുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി. മൂന്നാമത്, അവര് ഓൺ ദ പോസിറ്റീവ് സൈഡ്, ക്രിയാത്മകമായ വശത്ത് അവർ സത്യ ദൈവത്തെ സേവിക്കുന്നവരാണ്. അവിടെ സേവിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ലൈവിംഗ് എന്നാണ്. സ്ലൈവ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ലൈവ് എന്ന് പറഞ്ഞാൽ അടിമയെന്ന്. അവിടെ സേവിക്കുക എന്ന് പറഞ്ഞാൽ വേല ചെയ്യുക എന്നല്ല വാക്കിന്റെ അർത്ഥം. സേവിക്കുക എന്ന് പറഞ്ഞാൽ they became slaves of the living God. ജീവനുള്ള ദൈവത്തിന് ശരിയായ മലയാളത്തിൽ പറഞ്ഞാൽ അടിമപ്പണി ചെയ്യുന്നവരായി അവർ തീർന്നതാണ്. അവര് ദൈവത്തിന് തങ്ങളുടെ എല്ലാ റൈറ്റ്സും അവകാശങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. There was a change in their master, in their lordship. അവരുടെ ജീവിതത്തിന്റെ കർത്തൃത്വത്തിൽ ഒരു മാറ്റം വന്നു. ഇത്രയും നാളും അവരുടെ കർത്താവ് വിഗ്രഹങ്ങളാണ്. ഇപ്പോ അവരുടെ കർത്താവ് യേശു ക്രിസ്തു. They became slaves to the Lord Jesus Christ. യേശു ക്രിസ്തുവിനെ അടിമപ്പണി ചെയ്യാൻ, അവന് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ മനസ്സ് വെച്ചു. അതാണ് അവിടെ ജീവനുള്ള ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതോ യേശുക്രിസ്തു വാസ്തവത്തിൽ എന്റെ ജീവിതത്തിന്റെ കർത്താവ്? എന്താ കർത്താവ് എന്ന് പറഞ്ഞാൽ? കർത്താവ് എന്ന വാക്കിന് പുതിയ നിയമത്തിൽ രണ്ടർത്ഥമുണ്ട്. ലോർഡ്, യഹോവ എന്നർത്ഥമുണ്ട്. പിന്നെ വാക്കിന്റെ അർത്ഥം സകല കാര്യത്തിലും അന്തിമ വാക്ക് പറയുന്നവൻ, യജമാനൻ, ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ ഓൾ ഏരിയസ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളിലും അവൻ ദൈവമായതുകൊണ്ട് അന്തിമ വാക്ക് പറയാൻ അധികാരമുള്ളവൻ, എന്റെ ജീവിതത്തിന്റെ യജമാനൻ. അതാണ് കർത്താവ്. അവൻ ദൈവമാണ്, അതേസമയം എന്റെ ജീവിതത്തിന്റെ സകല മേഖലകളുടെയും അന്തിമ വാക്ക് പറയാൻ അധികാരമുള്ളവനുമാണ്.
എന്റെ ജീവിതത്തിന്റെ കർത്താവ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവാണോ? ഹാസ് ദെയർ ബീൻ എ ചേഞ്ച് ഇൻ യുവർ ലോർഡ്ഷിപ്പ്? ജീവിതത്തിലെ കർത്തൃത്വത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ബാക്കി കാര്യങ്ങളാണ് ഇതുവരെ എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ കർത്താവിന്റെ അടിമയായി, അവന്റെ കർത്തൃത്വം അനുസരിച്ച് ജീവിക്കുന്നവനായി, അത് അവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുന്നവനായി തീർന്നു. ദൈവവചനത്തോട് പ്രതികരിച്ചതിന്റെ ഫലം. വേറൊരു ഫലം അതിന്റെ അടുത്ത ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോട് ചേർന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ സേവിക്കുന്നവരായി തീർന്നു. പിന്നെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരുന്നത് കാത്തിരിക്കുന്നവരായി തീർന്നു. കർത്താവിന് കീഴ്പ്പെട്ടവരായി തീർന്നു. പിന്നെ കർത്താവിന്റെ വരവ് നോക്കി കാത്തിരിക്കുന്നവരായി അവര് തീർന്നു. അവരുടെ നോട്ടം സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്നവരായി തീർന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? ലോകത്തിലെ യുദ്ധം, ഇസ്രായേൽ സംഭവങ്ങൾ, അതൊക്കെ കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രശ്നം കേൾക്കുന്നത് നമുക്കെല്ലാം ഇഷ്ടമാണ്, നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? പുതിയ നിയമത്തിൽ, ഞാൻ ഈ പറയുന്ന എല്ലാം ശ്രദ്ധിച്ചോളാം, ഇനി വേദപുസ്തകം വായിക്കുമ്പോൾ നോക്കിക്കോണം. പുതിയ നിയമത്തിൽ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായോ? കർത്താവ് വരുന്നു എന്ന് മാത്രമായിട്ട് പറഞ്ഞിട്ടില്ല. കർത്താവ് വരുന്നു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തും തന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാം ഭാഗം നമുക്ക് എത്ര താല്പര്യമല്ല, അല്ലെ? കർത്താവ് വരുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഉദാഹരണം, വാക്യം വായിക്കാതെ ഞാൻ പറഞ്ഞു പോകാം. 1 യോഹന്നാൻ 3:3 അവൻ വരുമ്പോൾ നാം അവനെ പോലെ തന്നെ ആകും എന്ന് പറയുന്ന ഭാഗം. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിനെ കുറിച്ച് കൂടുതൽ ബൈബിൾ ക്ലാസ് പഠിക്കണമെന്നല്ല, പഠിക്കണം കേട്ടോ, അതിന് ഞാൻ എതിരല്ല. അവൻ എന്ത് ചെയ്യണം? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം, കർത്താവ് തന്റെ പെരുന്നാളത്തോടും ഒക്കെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും, ഇങ്ങനെ നാം അവനോട് കൂടി ആയിരിക്കും. തീർന്നോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം. യോഹന്നാൻ 14, ഞാൻ സ്ഥലമെടുക്കാൻ പോകുന്നു, അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി പറഞ്ഞ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പത്രോസിന്റെ ലേഖനം, ഭൂമിയൊക്കെ ചുട്ടടിവാനുള്ളതാണ് എന്ന് പറയുന്ന ഭാഗത്ത് അടുത്ത് പറയാണ്, അതുകൊണ്ട് നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരാണ്. കണ്ടോ? വാക്യങ്ങൾ കണ്ടോ? കർത്താവ് വരുന്നു എന്ന് പറഞ്ഞിടത്തെല്ലാം അതുകൊണ്ട് ഞാൻ ശരിയായി ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വരുന്നു എന്നുള്ളത് കേവലം ഒരു ജിജ്ഞാസുവാക്കുന്ന, ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന വിഷയമായി മാത്രം ഇരിക്കരുത്. ഇൻട്രസ്റ്റ് വേണം, വേണ്ടത് പറയല്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. കർത്താവ് വരുന്നത് പോലെ നമ്മൾ ജീവിക്കണം. കർത്താവ് വരുന്നത് ചുമ്മാ പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് ജീവിക്കണം. ഞാന് വടക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് പലപ്പോഴും കൺവെൻഷന് പോയി അവരുടെ ഒരു വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നു. അവര് ദരിദ്രരൊന്നുമല്ല, കുറച്ച് കാശൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരുടെ ബാത്റൂം ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. നമുക്കറിയാം, മിക്കവാറും ബാത്റൂം അല്ല ഇപ്പൊ നമ്മുടെ എല്ലാ വീടുകളിലെ ടൈലൊക്കെ ഇട്ട ബാത്റൂമാണ്. അങ്ങനെ അല്ലാത്ത ബാത്റൂം വളരെ ചുരുക്കമായി നല്ല ബാത്റൂം വേണം. ഈ വീട്ടിലെ ബാത്റൂം മാത്രം, ഇവര് കാശില്ലാത്തവരല്ല, കാശുള്ളവര്. പക്ഷെ ബാത്റൂമില് ഇതൊക്കെ ഇളകി, സിമെന്റ് ഒക്കെ ഇളകി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെന്താ ഇവര് ബാത്റൂം ഒന്ന് നന്നാക്കിയിടാം. ഏതായാലും അവിടെ താമസിച്ച് വർത്താനം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്താ ബാത്റൂം നന്നാക്കാത്തതെന്ന്. സഹോദരൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പോകാൻ ഫയൽ ചെയ്തിരിക്കുക. ഫയൽ ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, അല്ലെ? ഞങ്ങൾ പോകാൻ ഫയൽ ചെയ്തിരിക്കുക. ഇനി ബാത്റൂം എന്തിനാ ഇവിടുത്തെ ബാത്റൂം എന്തിനാ ഇനി നന്നാക്കുന്നത്? അങ്ങോട്ട് പോവുക. ഇപ്പൊ അവരെല്ലാവരും അവിടെ, ഇപ്പൊ അവരെ കാണാൻ അമേരിക്കയിൽ പോകാം, എല്ലാവരും അവിടെ. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. അവര് പറയാ, ഞങ്ങൾ പോകാനിരിക്കുക, പിന്നെ ഇവിടുത്തെ ഈ ബാത്റൂം ടൈൽ മാറ്റിയിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി എന്നൊരു നല്ല പാട്ടുണ്ട്. അതിലൊരു വരിയുണ്ട്, ഇവിടെ ഞാൻ വെറും ഒരു വീട് എന്തുവാണ്, അടുത്ത വരി ആർക്കും അറിയത്തില്ല പാഠം, എന്റെ വാർപ്പിടം, ആ വാക്കെന്ന് പറഞ്ഞ് വഴിയൊമ്പൻ. നേരാന്നോ? ഇവിടെ പരദേശിയാ, പിന്നെ ഞാൻ പാർക്കുന്ന വീട് വെറും ഒരു വഴിയൊമ്പൻ. നേരായിരുന്നെങ്കിൽ എത്ര നന്നായില്ലേ? പ്രിയപ്പെട്ടവരെ, വീടൊക്കെ നമുക്ക് വേണ്ടെന്ന് ഞാൻ പറയല്ല. അവരവരുടെ വീടിന്റെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് വീടൊക്കെ പണിതോ, എനിക്ക് അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പോകാനുള്ളവരാണെന്ന് ഓർത്ത് വേണം വീട് പണിയാൻ.
ബാങ്കിൽ കാശിടുമ്പോ ഏത് നിമിഷവും ഇവിടുന്ന് പോകുമെന്ന് ഓർത്തുകൊണ്ട് വേണം അതിനുള്ള തുകയെ ഇടാവുള്ളൂ. ഈ ലോകത്ത് എന്തെങ്കിലും നിക്ഷേപമൊക്കെ വെക്കുമ്പോ അതിനനുസരിച്ച് വേണം നീ വെക്കാൻ. അത്യാവശ്യത്തിന് ജീവിച്ചു പോകാൻ ആവശ്യങ്ങളൊക്കെ വെക്കണം, വേണ്ടെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? സ്വർഗത്തിലെ. അവിടുന്ന് കർത്താവായ യേശു വരുമെന്ന് നോക്കിയിരിക്കും. അപ്പൊ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന 2-3 നല്ല കാര്യങ്ങൾ കണ്ടോ? ഒന്ന്, അവര് സത്യദൈവത്തെ സേവിക്കുന്നവരാണ്. പിന്നെ അവര് കർത്താവിന്റെ വരവ് നോക്കി കാത്തിരിക്കുന്നവരാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം അവിടുന്ന് മുഴങ്ങിച്ചത് എന്നുള്ളത് മലയാളത്തിലെ നല്ലൊരു തർജ്ജമയാണ്. അതിന്റെ ശരിയായ തർജ്ജമ തണ്ടേഡ് ഔട്ട് എന്നാണ്. ഇടിവെട്ടും പോലെ കർത്താവിന്റെ വചനം അവിടുന്ന്, അതുകൊണ്ടാണ് മുഴങ്ങിയത്. കർത്താവിന്റെ വചനം അവിടുന്ന് ഇടിവെട്ടുന്ന പോലെ തന്നെ തണ്ടേഡ് ഔട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം മുഴങ്ങിച്ചത്. They transmitted the word of God. ദൈവത്തിന്റെ വചനം അവര് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് മറ്റുള്ളവരെ അറിയിച്ചു. ഇവര് ചെയ്ത കാര്യങ്ങളൊന്നും നോക്കി. ഒന്നാമത് നമ്മൾ പറഞ്ഞത് they received the word. അവർ വചനം കൈക്കൊണ്ടു. രണ്ടാമത് നമ്മൾ വായിച്ചത് they practiced the word. അതായത് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് അവര് ജീവിച്ചു. മൂന്നാമത് they transmitted the word. ആ വചനം, അവർ സ്വീകരിച്ച വചനം മറ്റു സ്ഥലങ്ങളിലേക്ക് മുഴങ്ങിച്ചെന്നു. അപ്പൊ അവർക്ക് they have a new focus in life. ജീവിതത്തിൽ ഒരു പുതിയ കേന്ദ്രബിന്ദു കിട്ടി. a new master in life. പുതിയൊരു യജമാനനെ കിട്ടി. a new program in life. സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ കിട്ടി. a new expectation in life. ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ. ഇതാ രക്ഷിക്കപ്പെടുന്നു. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോ he receives the word. വചനം കൈക്കൊള്ളുന്നു. രണ്ടാമത് he practices the word. ആ വചനം അനുസരിച്ച്, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അനുസരിച്ച് അവൻ ജീവിക്കുന്നു. മൂന്ന്, he has a new program. ജീവിതത്തെ കുറിച്ച് ഒരു പുതിയ പദ്ധതി അവനുണ്ട്. അടുത്തത് he has a new expectation. പുതിയൊരു പ്രതീക്ഷ അവനുണ്ട്. അവൻ മുകളിലോട്ട് നോക്കി ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവര് വചനം കൈക്കൊണ്ടു. രണ്ട്, ആ വചനത്തോട് അവർ പ്രതികരിച്ചു. മൂന്ന്, ആ വചനത്തോട് പ്രതികരിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുന്നവരും ദൈവവചനം മറ്റുള്ളവരോട് പറയുന്നവരും മാത്രമല്ല, കർത്താവിന്റെ വരവിനെ നോക്കി കാത്തിരിക്കുന്നവരുമായി അവര് തീർന്നു. ഇതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം. ഇതാണ് തെസ്സലോനിക്ക സഭ മാതൃകയാണ്. ദൈവവചനം സ്വീകരിച്ചപ്പോ വിടേണ്ട കാര്യങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് അവർ ഡയറക്ഷൻ മാറി, ജീവിതത്തിന്റെ ദിശ മാറി. മൂന്ന്, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് അവർ കീഴ്പ്പെട്ടു. നാല്, കർത്താവിന്റെ വരവിനെ അവർ നോക്കി പാർക്കുന്നവരായി അവര് തീർന്നു. അവരുടെ 3 കാലങ്ങളിലും വ്യത്യാസമാണ്. ഭൂതകാലത്ത് they received the word. അവര് ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. രണ്ടാമത്, വർത്തമാനകാലത്ത് അവർ കർത്താവിനെ സേവിക്കുന്നവരായി തീർന്നു. ഭാവി കാലത്തുള്ള ബന്ധത്തിൽ അവർ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി തീർന്നു. They received the word, they served the Lord, and they are waiting for the Lord to come. സുവിശേഷം കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വ്യത്യാസം പൗലോസ് പറയാണ്, ഇതാണ് ഒരു മാതൃകാ സഭ. പ്രിയപ്പെട്ടവര്, സഭയുടെ ഗുണമെന്ന് പറയുന്നത് സഭയിലെ ആളുകളുടെ ജീവിതത്തിന്റെ ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള മാറ്റങ്ങൾ സുവിശേഷത്താൽ വരുമെങ്കിൽ നമ്മുടെ സഭയിൽ മാതൃകാ സഭയായിട്ട് തീരും. വരുന്ന ദിവസങ്ങളിൽ ഈ സത്യം ഉൾക്കൊള്ളുക, ഈ സത്യം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതിനനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.